പരിസ്ഥിതി ദിനത്തെ മുൻനിർത്തി ബഹുമാനപ്പെട്ട ഗവർണറുമായി തർക്കത്തിനോ സംവാദത്തിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുക്കമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ മാനിക്കുന്നുണ്ട്. ആ സമീപനങ്ങളെ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നുണ്ട്. അതിൽ പോസിറ്റീവായ സൗഹൃദാംശങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും സ്നേഹപൂർവ്വം കാണുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ദിനത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി ഒരു ചർച്ചയ്ക്കോ തർക്കത്തിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടല്ല ഈ ദിനം ആചരിക്കപ്പെടുന്നത്. ഈ ദിനം കേരളത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ട് എത്രയോ കൊല്ലങ്ങളായി. ഇന്ന് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ മതസ്ഥാപനങ്ങളിലും എല്ലാം ജനങ്ങൾ പരിസ്ഥിതിയെ പറ്റിയുള്ള പ്രതിജ്ഞ പുതുക്കും, തൈകൾ നടുവെന്ന കാര്യം എല്ലാവർക്കും അറിയാം. അത് നല്ല ബോധ്യമുണ്ട് എനിക്ക്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം മരങ്ങൾ വെച്ച് പിടിപ്പിച്ച രാഷ്ട്രീയ പ്രവർത്തകൻ ഞാനായിരിക്കും. വനം മന്ത്രി ആയിരിക്കെ എല്ലാ വർഷവും കോടിക്കണക്കിന് മരത്തൈകൾ വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും സ്ത്രീകളെയും എല്ലാം അണിചേർത്തുകൊണ്ട് പള്ളികളെ, അമ്പലങ്ങളെ, മോസ്കുകളെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് നട്ടുപിടിപ്പിക്കാനായി ഉത്സാഹിച്ച ഒരു വനം മന്ത്രിയായിരുന്നു ഞാൻ. അന്നാണ് കേരളം കേട്ടത് ആഗോളതാപനം മരമാണ് മറുപടി എന്ന മുദ്രാവാക്യം. പുത്തൻ തലമുറ ആ മുദ്രാവാക്യം അന്ന് ഏറ്റുപിടിച്ചിരുന്നു. ആയിരങ്ങളത് സ്വന്തം വിശ്വാസമായി മാറ്റിയിരുന്നു. അതെല്ലാം ഓർത്തു പോകുന്നു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാ അർത്ഥത്തിലും അറിയാം ഈ ദിനം എത്രമാത്രം മഹത്തരമാണെന്ന്. അതുകൊണ്ടാണ് രാജ്ഭവൻ്റെ മുറ്റത്ത് ഒരു തൈ നടാനായി കൃഷിവകുപ്പ് ചിന്തിച്ചതായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനകത്തേക്കൊരു പുതിയ അംശം എത്തിക്കാൻ വേണ്ടി വാശി പിടിക്കാൻ പാടില്ലായിരുന്നു. ഭാരതാംബയെ നമുക്കെല്ലാവർക്കും ആദരവാണ്, നമ്മുടെ വികാരമാണ് ഭാരതാംബ. പക്ഷെ ആ മുഖച്ഛായ നമുക്കാർക്കും അറിയില്ല. ഭാരതാംബയ്ക്ക് ആരെങ്കിലും നിശ്ചയിച്ചൊരു മുഖച്ഛായ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ മുഖച്ഛായ നമ്മുടെ മനസ്സിലാണ്. ഭാരത മാതാവ് നമ്മുടെ എല്ലാവരുടെയും മാതാവാണ്. ഭാരതമാണ് മാതാവ്. ഇവിടുത്തെ ഓരോ മൺതരിയും, ഇവിടുത്തെ ഓരോ പൂക്കളും, ഓരോ പുഴകളും, ഓരോ മരങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ഭാരതമാകുന്നത്. അതാണ് ഭാരതമാതാവ്. ആ ഭാരതമാതാവിന് ഞങ്ങളോ വേറൊരാളോ ഒരു കൂട്ടം ആളുകളോ ഇതാണ് മുഖച്ഛായ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുഖച്ഛായ നിശ്ചയിക്കാൻ വന്നാൽ അത് ഭാരതമാതാവിൻ്റെ വൈവിധ്യതകളെയും നാനാത്വങ്ങളെയും എത്രമാത്രം മാനിക്കുമെന്ന് എനിക്കുറപ്പില്ല. അതുകൊണ്ട് ചർച്ചയ്ക്കൊന്നുമില്ലെങ്കിൽ പോലും ഇത്തരം വിഷയങ്ങളെല്ലാം എല്ലാവരുടെയും ചർച്ചയ്ക്ക് വേണ്ടിയോ ചിന്തയ്ക്ക് വേണ്ടിയോ അവതരിപ്പിക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇല്ല, ഗവർണറുമായി ഇതിൻ്റെ പേരിൽ ഒരു പോരിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ലെഫ്റ്റിനോ താല്പര്യമില്ല. ഈ ഗവർണർ മുൻ ഗവർണറേക്കാളും പല പ്രകാരത്തിലും വ്യത്യസ്തനാണ്. ഈ ഗവർണർ പല പ്രകാരത്തിലും സഹകരണത്തിൻ്റെയും സമവായത്തിൻ്റെയും മാർഗമാരാകുന്ന പരിണതപ്രജ്ഞനായ നേതാവാണ്. രാഷ്ട്രീയമുണ്ട് അദ്ദേഹത്തിന്. ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രചരണ വേദിയായിട്ടോ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രകടനവേദിയായിട്ടോ അദ്ദേഹം രാജ്ഭവനെ മാറ്റാൻ ശ്രമിക്കുമെന്ന് ഞാൻ ധരിക്കുന്നില്ല. ആ വഴിക്ക് അദ്ദേഹം ശ്രമിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം. രാജ്ഭവനാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടെടുത്തുള്ളത്. ഭാരതാംബ ചിത്രത്തിന് മുന്നിലെ പുഷ്പാർച്ചനയും അതോടൊപ്പം തന്നെ വിളക്ക് കൊളുത്തിട്ടുമാണ് ഈ പരിപാടി നടത്തണം എന്നുള്ളൊരു നിലപാടെടുത്തത് രാജ്ഭവനാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, കേരളത്തിൽ പുതിയ കാര്യമല്ല ഇത്. എല്ലാ ജൂൺ 5 ഈ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിപുലമായിട്ട് ഏറ്റവും ഏറെ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കി എല്ലാ കൊല്ലവും നടപ്പിലാക്കുന്ന കാര്യമാണ്. അത് അന്വേഷിച്ചാലറിയാം. ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ജൂൺ 5 ആചരിക്കപ്പെടുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഓഫീസുകളിലും അങ്ങനെ ബഹുജന ബോധ്യത്തിൻ്റെ ഭാഗമായിട്ട് ജൂൺ 5 മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് ജൂൺ 5 പ്രത്യേകിച്ച് രാജ്ഭവനിലൊരു രീതിയിലുള്ള പ്രത്യേക തരത്തിലുള്ള ഒരു ആചരണത്തിൻ്റെ അർത്ഥം അതിനൊരു കടുംപിടുത്തമൊന്നും ഏത് ഭാഗത്തുനിന്നായാലും അത് ഗുണകരമല്ല. എന്തായാലും ഗവർണറുമായി ഇതിൻ്റെ പേരിൽ വാക്കുതർക്കത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി താല്പര്യമില്ല. ഇടതുപക്ഷ അദ്ദേഹവുമായിട്ട് ഏറ്റവും തുറന്ന മനസ്സോടുകൂടി സഹകരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഗവർണർ വ്യത്യസ്തമായ വഴിക്ക് ആരംഭിച്ച ഗവർണറാണ്. ആ വ്യത്യസ്ത വഴിയെന്ന് പറഞ്ഞാൽ
സംഘടനമല്ല, ഗവൺമെൻറ്റുമായിട്ടുള്ള സംഘടനമല്ല എന്ന് അദ്ദേഹം തെളിയിച്ച ആളാണ്. ആ വഴിക്കാണ് അദ്ദേഹം പോകുകയെന്ന് നമ്മളെല്ലാം മനസ്സിലാക്കുന്നു. അങ്ങനെ സഹകരിച്ചിട്ട് പോകാൻ ഇടതുപക്ഷ തയ്യാറായിരിക്കും. LDF ഗവൺമെൻറ്റിൻ്റെ നയം അതാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ നിലമ്പൂരിൽ ഇന്ന് 3 മണിയോട് കൂടിയിട്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം കൂടിയാവാണ്. ചിലരൊക്കെ രാത്രി കാലങ്ങളിൽ ചില സ്ഥാനാർത്ഥികളെ കാണാൻ ഉൾപ്പെടെ പോയിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം പിൻവലിക്കുന്നതിനൊക്കെ കാരണമാവുമെന്ന് തോന്നുന്നു. LDFിൻ്റെ രാഷ്ട്രീയം ഇരുട്ടിൻ്റേതല്ല, ആ രാഷ്ട്രീയം പകലിൻ്റേതാണ്. രാഷ്ട്രീയ പ്രവർത്തനം LDF നടത്തുന്നത് പകലാണ്. രാത്രിയിൽ പോയി ആരെയെങ്കിലും കാണാനോ ചാക്കു കയറ്റാനോ പ്രകോപിപ്പിക്കാനോ പിൻവലിപ്പിക്കാനോ ഒന്നുമുള്ള ആവേശം ഞങ്ങൾക്കില്ല. ഞങ്ങൾ പച്ചയായ ഭാഷയിൽ പറയുന്നു, നല്ല വെയിലത്ത്, നല്ല ചൂടത്ത്, നല്ല പകലിൽ, നല്ല വെളിച്ചത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ് LDFിൻ്റെ രാഷ്ട്രീയം ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്കത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതുകൊണ്ട് ഇരുട്ടിൻ്റെ മറവിൽ ഒന്നിലും ഞങ്ങളില്ല. ആ വഴിക്ക് പോകുന്നവരാരായാലും ശരി, അവർക്ക് വെളിച്ചത്തെ ഭയമാണ്. അവർ പ്രകാശത്തെ വെറുക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രകാശത്തിൻ്റെ ശക്തിയാണ് ഇടതുപക്ഷം. ഞങ്ങൾ ഇരുട്ടിനെപ്പറ്റിയുള്ള രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തേക്കില്ല ഞങ്ങൾ.